ക്ലൈമറ്റ് ചേഞ്ച് പോലെയുള്ള വലിയ പ്രശ്നങ്ങൾ മുഴുവൻ മാനവരാശിയുടെ നിലനിൽപ്പിനെ വരെ ചോദ്യം ചെയ്യുമ്പോൾ, അതേസമയം തന്നെ ഫെർട്ടിലിറ്റി റേറ്റ് അതുപോലെ പോപ്പുലേഷൻ കൂടുന്നതിനുള്ള ശ്രമം, ഇതിനൊക്കെ എത്ര പ്രാധാന്യം നൽകേണ്ടതുണ്ട്? ലോകത്തിലെ പല രാജ്യങ്ങളും അവിടുത്തെ സ്ത്രീകൾക്ക് ഉപദേശം നൽകുന്നത് നിങ്ങൾ വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കൂ എന്നാണ്. വെറുതെ പൈസ തരുന്നതാണ്. 2024 എത്രയാണോ ജനസംഖ്യ, അതിലും 800 കോടിയിലധികം ജനസംഖ്യ വേണം. ഇത്രയും കുഞ്ഞുങ്ങളെ ജനിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? ആ പഴയ ടെക്നോളജിയുടെ വാളൊടിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ പക്കൽ ജ്ഞാനമുണ്ട്. ഒരു മിസൈൽ 1 ലക്ഷം ആയുധങ്ങൾക്ക് പകരമാകും. നിങ്ങൾ എണ്ണം കൂട്ടിയിട്ട് എന്ത് ചെയ്യുവാൻ പോകുന്നു? സംഖ്യയിൽ എന്താണുള്ളത്? വെറും വിഡ്ഢിത്തപരമായ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള ഈ ജനങ്ങളെ തന്നെ ഊട്ടുവാൻ ഭൂമിയുടെ പക്കൽ വിഭവങ്ങളില്ല. ഇതിന്റെ പരിണാമം വളരെ വലിയ ജനസംഖ്യാ പെരുപ്പമാണ്. പിന്നെ ഇപ്പോഴുള്ള ജീവജാലങ്ങൾക്ക് അവർക്ക് ജീവിക്കുവാനുള്ള സാഹചര്യമല്ല ഇവിടെയുള്ളത്. നമസ്കാരം ആചാര്യജി. എന്റെ പേര് ദൃഷ്ടി എന്നാണ്. ഞാൻ ഇന്ന് ഒരു വാർത്ത വായിച്ചു. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, അതായത് സൗത്ത് കൊറിയയിലെ ഫെർട്ടിലിറ്റി റേറ്റ് ഇപ്പോൾ 0.6 ആയിരിക്കുന്നു എന്ന്. അതുപോലെ 2100 അവരുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുമത്രേ. അത് തടയാൻ വേണ്ടി സർക്കാർ ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഫെർട്ടിലിറ്റി റേറ്റ് കുറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെയുള്ള യുവാക്കൾ കരിയർ ഓറിയന്റഡ് ആയതുകൊണ്ടാണ്. വേറെയും പല കാരണങ്ങളുമുണ്ട്. അതായത് അവിടുത്തെ ലിവിംഗ് കോസ്റ്റ് കൂടുതലാണ്, ഇൻകം ഇൻഇക്വാലിറ്റിയും ഉണ്ട്. അപ്പോ ഇതെല്ലാം കാരണം സർക്കാർ കുറച്ച് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുകയാണ്. ആളുകൾ കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കാൻ വേണ്ടി സർക്കാർ കുറച്ച് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുകയാണ്. ഇതേ അവസ്ഥ ജപ്പാൻ, ചൈന, ചില യൂറോപ്യൻ രാജ്യങ്ങൾ, US ഇവിടെയെല്ലാം കാണാനാകും. അവിടെയൊക്കെ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഏജിംഗ് പോപ്പുലേഷൻ, ഡിക്ലൈനിങ് ബർത്ത് റേറ്റ്, ഇതിനെപ്പറ്റിയൊക്കെ സർക്കാരുകൾക്ക് ആശങ്കയുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് പോലെയുള്ള വലിയ പ്രശ്നങ്ങൾ മുഴുവൻ മാനവരാശിയുടെയും നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ, ഈ ഫെർട്ടിലിറ്റി റേറ്റും പോപ്പുലേഷൻ കൂട്ടാൻ ശ്രമിക്കുന്നതിലും എത്ര ഊന്നൽ നൽകേണ്ടതുണ്ട്? അതായത് ഇതിൽ നമ്മൾ എത്രയും ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്? നമ്മൾ എന്നും ഫെർട്ടിലിറ്റി റേറ്റ്, റീപ്രൊഡക്റ്റീവ് റേറ്റ് പോലെയുള്ള ഫാൻസി വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. എങ്കിൽ ഈ വാക്കുകൾക്ക് എന്ത് പ്രാധാന്യമാണ് ഉള്ളത് ഇന്നത്തെ കാലത്ത്? ഒന്നും തന്നെയില്ല. ആരാണ് പറഞ്ഞത് ഇന്നുള്ള ജനസംഖ്യ അതങ്ങനെ തന്നെ നിലനിർത്തണമെന്ന്? വളരെ അർത്ഥശൂന്യമായ കാര്യമാണത്. ജനസംഖ്യ കുറയുന്നുണ്ടെങ്കിൽ അതിൽ പേടിക്കാനില്ല. അത് നല്ല കാര്യമാണ്. ആരാണ് പറയുന്നത് ഇപ്പോ 2024 ജനസംഖ്യ, ആ ജനസംഖ്യയുടെ അക്കങ്ങളിൽ എന്തെങ്കിലും മാന്ത്രികത ഉണ്ടെന്ന്, അതേതെങ്കിലും വിശിഷ്ടമായ ദൈവികമായ അക്കങ്ങളാണെന്ന്, അത് പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ആരാണ് പറഞ്ഞത്? കുറയുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. കൂടുകയാണെങ്കിൽ അതെങ്ങനെയാണ് കൂടുന്നത്? കൂടുന്നത് സ്ത്രീകൾക്ക് തങ്ങളുടെ ശരീരത്തിൽ നിയന്ത്രണമില്ലാതെ ആകുമ്പോഴാണ്. അവരെ പ്രഗ്നന്റ് ആക്കിക്കൊണ്ടിരുന്നപ്പോൾ കൂടുമായിരുന്നു. ചില പശുക്കളുടെയും കന്നുകാലികളുടെയും ഫോഴ്സ്ഡ് ഇൻസിമിനേഷൻ നടത്തുന്നത് പോലെ, അതുപോലെയാണ് സ്ത്രീകളെയും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ടെക്നോളജി ആ തലത്തിലെത്തിക്കഴിഞ്ഞു. ഇപ്പോൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ബാഹുബലത്തിൽ അധിഷ്ഠിതമല്ല. നിങ്ങൾക്ക് കോഡിംഗ് ചെയ്ത് നിറയെ പൈസ ഉണ്ടാക്കുവാൻ സാധിക്കും. മുൻപ് പൈസ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഉഴണമായിരുന്നു. ഉഴണമെങ്കിൽ നിങ്ങൾക്ക് മസിൽസ് വേണം. അത് നിങ്ങൾക്കില്ല. നിങ്ങൾ സ്ത്രീയല്ലേ. നിങ്ങൾക്ക് വ്യാപാരം ചെയ്യണമെങ്കിൽ നിങ്ങൾ കുതിരപ്പുറത്ത് സവാരി ചെയ്യണം. ഇപ്പോൾ വ്യാപാരവും ഓൺലൈനാണ്. നിങ്ങൾ കുതിരപ്പുറത്ത് എങ്ങനെ സവാരി ചെയ്യും? കുതിരയെ കൈകാര്യം ചെയ്യുവാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടേത് സ്ത്രീ ശരീരമല്ലേ. അപ്പോൾ മുൻപ് സമ്പാദ്യത്തിനുള്ള കരുത്ത് അത് ബാഹുബലത്തിൽ വളരെയധികം ആശ്രയിച്ചിരുന്നു. അതേത് തരത്തിലുള്ള തൊഴിലായിരുന്നുവെങ്കിലും മിക്കവാറും അത് കൃഷിയായിരിക്കാം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും കൃഷിയല്ലാതെ എന്താണുണ്ടായിരുന്നത്? വ്യാപാരമായിരുന്നു. അന്ന് വ്യാപാരവും വളരെയധികം ബാഹുബലത്തിൽ അധിഷ്ഠിതമായിരുന്നു. ആദ്യം വാസ്കോഡ ഗാമ ഇവിടെ വരുന്നു, കൊളംബസ് അവിടേക്ക് പോകുന്നു. ആദ്യമൊക്കെ അവരുടെ ലക്ഷ്യം വ്യാപാരം മാത്രമായിരുന്നു. വ്യാപാരത്തിനു വേണ്ടി എന്തുമാത്രം ശാരീരിക ക്ഷമത ആവശ്യമായിരുന്നുവെന്ന്. അത്രയും ശാരീരിക ക്ഷമത കൈവരിക്കുവാൻ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടായപ്പോൾ വ്യാപാരത്തിലും സ്ത്രീകൾ പിന്നിലായിരുന്നു, കൃഷിയിലും പിന്നിലായിരുന്നു.
അവരെങ്ങനെ കാളയെ കൊണ്ടുഴും? അവരെങ്ങനെ കലപ്പ പിടിക്കും? വ്യാപാരത്തിലും അവർ പിന്നിലായിരുന്നു. മൂന്നാമതുണ്ടായിരുന്ന ജോലി വിഭവങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു. അത് യുദ്ധത്തിന് വേണ്ടിയായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ കുട്ടികളെ ഉണ്ടാക്കുക. കൊള്ളയടിക്കുന്നതിലും കൊലവിളിക്കുന്നതിലും സ്ത്രീകൾ പിന്നെയും പിന്നിലായി. കാരണം അതിലും പേശികൾ ആവശ്യമായിരുന്നു. അതവരുടെ പക്കലില്ല. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ലാതെ തന്നെ സമ്പാദിക്കുവാൻ സാധിക്കുന്നു. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനുമേൽ അധികാരം തിരികെ ലഭിക്കുകയാണ്. മുൻപ് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനുമേൽ അധികാരമില്ലായിരുന്നു. ആരാണോ സമ്പാദിക്കുന്നത് അവർക്കായിരുന്നു അധികാരം. പുരുഷന്മാരായിരുന്നു സമ്പാദിക്കുന്നത്. അവർ തന്നെയായിരുന്നു യുദ്ധം ചെയ്യുന്നതും പുരുഷന്മാർ തന്നെയായിരുന്നു നീണ്ട യാത്രകൾ ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ പലതരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു വന്യജീവിയും നിങ്ങളെ പിടിക്കുവാൻ വരില്ല. മുൻപ് കാട്ടുമൃഗങ്ങളുണ്ടായിരുന്നു. ആ കാട്ടുമൃഗങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതും പുരുഷന്മാർ തന്നെയായിരുന്നു. അങ്ങനെ എത്ര ജോലികളുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ആധാരം എന്തായിരുന്നു? ബാഹുബലം. ബാഹുബലം പുരുഷന്മാർക്ക് കൂടുതലുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് ഒന്നാമതായി പേശീബലം കുറവാണ്. അതിനു പുറമെ അവർ ഗർഭം ധരിക്കുമ്പോൾ അവർ പിന്നെയും ദുർബലരാകുന്നതാണ്. ഒന്നാമതെ ശാരീരികമായി ദുർബലരാണ്. അതിൻ്റെ കൂടെ ഗർഭിണിയാകുമ്പോൾ പിന്നെയും ദുർബലരാകുന്നതാണ്. അവരെങ്ങനെ ശക്തരാകും? അവരെങ്ങനെ യുദ്ധം ചെയ്യും? മൊത്തത്തിൽ അവർ പിന്നിലാകുമായിരുന്നു. ഇനി മുന്നോട്ട് പോയി നിങ്ങൾ അവിടെ എത്തിയാൽ തന്നെ നിങ്ങൾ ശാരീരികമായി ശക്തരാണോ അല്ലയോ എന്നതിൽ നിങ്ങൾ ഇന്ന് തീർത്തും ലഭ്യമാണ്. നിങ്ങൾ 4 അടി 8 ഇഞ്ച് പെൺകുട്ടിയാകാം. ഒരു 35 കിലോഗ്രാം ആകാം. ഇപ്പോൾ തടിച്ചവർക്കും പൈസ ഉണ്ടാക്കാം. നേരത്തെ അങ്ങനെ പറ്റില്ലായിരുന്നു. അപ്പോൾ സ്ത്രീകൾ പറയുന്നു, ചേട്ടാ, ഞങ്ങളുടെ ശരീരം കുട്ടികളെ ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രമുള്ളതല്ല. അപ്പോൾ ഫെർട്ടിലിറ്റി റേറ്റും കുറയുന്നു. ചോദിക്കുന്നവർ ഇതറിഞ്ഞിരിക്കണം. ചരിത്രത്തിൽ തന്നെ സ്ത്രീകളെ എത്രയോ അടിച്ചമർത്തിയാണ് മുന്നേറിയത്. ഇപ്പോൾ അതേ സ്ത്രീകൾക്ക് വേണ്ടി ലോകത്തിലെ കുറേ അധികം രാജ്യങ്ങൾ സ്ത്രീകളെ ഉപദേശിക്കുകയാണ്. നിങ്ങൾ വീട്ടിലിരിക്കൂ. ഈ ഫെമിനിസം ഇതിലൊന്നും ഒരു കാര്യമില്ല. ഈ സ്വാതന്ത്ര്യം ഇതിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ വീട്ടിലിരിക്കൂ. കുട്ടികളെ ജനിപ്പിക്കൂ. ഫ്രീ ആയി നിങ്ങൾക്ക് പൈസ തരാം. എന്തിനാണിത്? ഇത്രയും ആളുകളെ എന്തിനാണ്? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. 2024 നമ്മളെത്തിയ ജനസംഖ്യ 8 ബില്യൺ, 800 കോടിയുടെ മുകളിൽ. ഇത്രയും കുട്ടികളുടെ ആവശ്യം എന്താണ്? അതെന്തായാലും സുസ്ഥിരമല്ലല്ലോ. ഞാൻ നേരത്തെ തന്നെ പറയുകയുണ്ടായി, ഈ ലോകത്തുള്ള മെറ്റീരിയൽ കൺസംഷന്റെ സസ്റ്റൈനബിൾ ലിമിറ്റ് ഉണ്ടല്ലോ, അത് 8 ടണ്ണാണ്. 8 ടൺ പെർ ക്യാപിറ്റ വോളിയം. ലോകം അതിലും കൂടുതലും ഇപ്പോഴേ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ശരാശരി. പക്ഷേ ലോകത്തിലെ 80% പേരും 4 ടണ്ണ് താഴെയാണ് ഉപയോഗിക്കുന്നത്. ഇനി അവരുടെ കൺസംഷൻ കൂടുകയാണെങ്കിൽ ഭൂമിയുടെ പക്കൽ റിസോഴ്സ് ഉണ്ടാവില്ല. കൺസംഷൻ കൂടുകയാണെങ്കിൽ ഭൂമിയുടെ പക്കൽ റിസോഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് കൺസംഷൻ കൂട്ടി റിസോഴ്സ് അങ്ങനെ തന്നെ നിലനിർത്തുക? ജനസംഖ്യയല്ലേ കുറയ്ക്കേണ്ടത്? ഞാൻ ആരുടെ കൺസംഷന്റെ കാര്യമാണ് പറയുന്നത്? ദരിദ്രരുടെ. ഇപ്പോൾ ഞാൻ 4 അടി 8 ഇഞ്ചുള്ള പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അവരുടെ കൺസംഷൻ കൂട്ടേണ്ട. ഭാരതത്തിൽ എല്ലാവരും അതുപോലെ തന്നെയാണ്. നമ്മൾ പറഞ്ഞ ആ 800 കോടിയിൽ പകുതിയും ഭാരതത്തിൽ തന്നെയാണ്. അതിലുള്ള ഈ മുഴുവൻ ദരിദ്രരും പോഷണമില്ലാത്തവരും അത് ഏകദേശം 400 കോടിയോളം വരും. ഭാരതം, പിന്നെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, പിന്നെ നൈജീരിയ, കുറേ അധികം രാജ്യങ്ങളുണ്ട് വലിയ ജനസംഖ്യയുള്ളത്. അവരുടെ കൺസംഷൻ കൂട്ടേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇപ്പോഴത്തെ അവരുടെ കൺസംഷൻ പോലും ഭൂമിക്ക് താങ്ങുവാനാകുന്നില്ല. കൺസംഷൻ കൂട്ടിയാലോ? ജനസംഖ്യ കുറയ്ക്കണം. പക്ഷെ നമ്മൾ കരുതുന്നത് ഇപ്പോഴുള്ള ഈ ജനസംഖ്യ അതേതോ സീക്രട്ട് ഫിഗറാണെന്നാണ്. ഇത് കുറയ്ക്കാൻ പാടില്ല. ഇത് കുറയണം. ലോകത്തിലെ 8 ബില്യൺ സുസ്ഥിരമല്ല. അത് 4-ൽ താഴെ ആവണം. ആരെയും കൊല്ലേണ്ട ആവശ്യമില്ല. അത് സ്വയം നടന്നോളും. 2 പേർ ചേർന്നാണ് ഈ കാര്യം ചെയ്യുന്നത്. ഒരു സ്ത്രീ, മറ്റേത് യമരാജൻ.
സ്ത്രീകൾ പറയണം ഞങ്ങൾ പ്രസവിക്കില്ല എന്ന്. യമരാജൻ ഞാൻ കൊല്ലുമെന്നും. നിങ്ങൾ വയസ്സായാൽ അയാൾ കൊല്ലുകയില്ലേ? കൂടെ സ്ത്രീകൾ ജനിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ജനസംഖ്യ താനേ കുറയുന്നതാണ്. പക്ഷെ ഇത് ആരെയാണ് ഭയപ്പെടുത്തുന്നത്? ജനസംഖ്യ കൂടുവാൻ സ്വാർത്ഥ താൽപ്പര്യമുള്ളവർ, അതായത് ക്യാപിറ്റലിസ്റ്റ്. ആളുകൾ കുറഞ്ഞാൽ അവരുടെ സാധനം ആര് വാങ്ങും? ലോകത്തിലെ വലിയ വലിയ ക്യാപിറ്റലിസ്റ്റുകളുണ്ടല്ലോ, എലോൺ മസ്കിനെ പോലെയുള്ളവർ പറയുന്നത് ജനസംഖ്യ കൂട്ടൂ എന്ന്. ഒരു ദിവസം അയാൾ ആരോടോ പറയുന്നത് കേട്ടു, ലോകത്തിലെ ഇപ്പോഴുള്ള ജനസംഖ്യയുടെ 100 മടങ്ങുണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നുവെന്ന്. ഇപ്പോഴുള്ള ഇത്രയും ജനസംഖ്യയിൽ നിന്നും ഒരു മൊസാട്ടാണ് ജന്മം കൊണ്ടത്. 100 മടങ്ങ് ജനസംഖ്യ ഉണ്ടെങ്കിൽ 100 മൊസാട്ടുകളുണ്ടാകും. ഞാൻ പറഞ്ഞു, എന്റെ മുന്നിൽ ഇരുന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞേനെ 100 മടങ്ങ് ജനസംഖ്യയുണ്ടായാൽ 100 മസ്കും ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇതേപോലെ വിഡ്ഢിത്തപരമായ കാര്യങ്ങളാണ് പറയുന്നത്. ജനസംഖ്യ ഉയർത്തുമെന്ന്. ഇപ്പോഴുള്ള ഈ ജനങ്ങളെ തന്നെ ഊട്ടുവാൻ ഭൂമിയുടെ കയ്യിൽ വിഭവശക്തിയില്ല. അത് കാരണം പലരും പോഷകാഹാര ദാരിദ്ര്യത്തിലുമാണ്. പക്ഷെ ആരാണോ അവരുടെ ക്വാട്ടയിലും കൂടുതലായി ഉപയോഗിക്കുന്നത് അവരാണ് പറയുന്നത് ജനസംഖ്യ കൂട്ടുമെന്ന്. കൂട്ടരുത് സഹോദരാ. ഭൂമിയിൽ വേറെയും ജീവജാലങ്ങളുണ്ട്. അവർക്കിവിടെ ജീവിക്കുവാനുള്ള അധികാരമുണ്ടോ ഇല്ലയോ? നിങ്ങൾ മാത്രം ജനസംഖ്യ ഉയർത്തിയാൽ മതിയോ? ആയിരക്കണക്കിന് ജീവജാലങ്ങൾക്കാണ് വംശനാശം സംഭവിക്കുന്നത്. കഴിഞ്ഞ 50 വർഷത്തിൽ ലോകമെമ്പാടുമുള്ള 70% ജീവജാലങ്ങളാണ് ഇല്ലാതായത്. വെറും 50 വർഷം. 50 വർഷത്തിനുള്ളിൽ 70% സ്പീഷീസ് ഇല്ലാതായിരിക്കുന്നു. നിങ്ങൾ മാത്രം ജീവിക്കുന്നു, ജനസംഖ്യ ഉയർത്തുന്നു. ഇപ്പോഴും സ്ത്രീകളുടെ പുറകെ കുട്ടികളെ ജനിപ്പിക്കുവാൻ നടക്കുന്നു. ജീവിക്കണ്ട, കുട്ടികളെ ജനിപ്പിച്ചാൽ മതി. ഞാൻ പറയുകയാണെങ്കിൽ ഈ കുട്ടികളെ ഉണ്ടാക്കുന്ന പ്രക്രിയ സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് എടുത്തു കളയൂ. കാരണം ഇത് സ്ത്രീകളുടെ ജീവിതത്തിൽ വളരെ ബാധ്യതയാണ്. അവർക്കൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. ഒരു കുഞ്ഞു ജനിച്ചാൽ അവരെങ്ങനെ ജോലി ചെയ്യാനാണ്? ആദ്യത്തെ 9 മാസം അവർ വയറ്റിൽ ചുമക്കുന്നു. അതിനുശേഷം ഏറ്റവും കുറഞ്ഞത് 5 വർഷം അവർക്ക് ഫുൾ ടൈം ശ്രദ്ധ വേണം. നമ്മുടെ ഭാരതത്തിലെ രീതി അനുസരിച്ച് 15 വയസ്സുവരെ ഫുൾ ടൈം ശ്രദ്ധ നൽകുന്നുണ്ട്. പോരാതെ 2, 3, 4 ഒക്കെ ഉണ്ടാകും. പിന്നെ അവരുടെ ജീവിതത്തിൽ എന്ത് കല, എന്ത് സാഹിത്യം, എന്ത് സ്പോർട്സ്, എന്ത് പൊളിറ്റിക്സ്, എന്ത് പഠനം, ഒന്നും കൂടുന്നില്ല. ഈ കുട്ടികളെ ഉണ്ടാക്കുന്ന പ്രക്രിയ അത് സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാകുവാനേ പാടില്ല. ടെക്നിക്സ് ഇത്രയും വികസിച്ചിരിക്കുന്നു. ഈ മുഴുവൻ പ്രക്രിയയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തുമാത്രമാണ് വേണ്ടത്? ഒരു എഗ് സെൽ വേണം, ഒരു സ്പേൺ സെല്ലും. അത് നിങ്ങൾക്ക് ശരീരത്തിന് പുറത്തുവച്ചും കുട്ടികളെ ഉണ്ടാക്കുവാൻ സാധിക്കും. എന്തിനാണ് സ്ത്രീകളുടെ ജീവിതം നശിപ്പിക്കുന്നത്? എത്രയോ സ്ത്രീകളാണ് പ്രസവത്തിൽ മരിക്കുന്നത്. അവരുടെ ജീവൻ ഇത്രയും വിലയേ ഉള്ളൂ. പ്രസവ സമയത്തുള്ള വേദന 42 എല്ലുകൾ ഒരുമിച്ചൊടിയുന്നതിന് തുല്യമാണ്. നിങ്ങളോട് ജനസംഖ്യ കൂട്ടുവാൻ പറയുന്ന പുരുഷന്മാർ ആദ്യം 42 എല്ലുകൾ ഒടിച്ചു കാണിക്കട്ടെ. 42 എല്ലുകൾ ഒരുമിച്ചൊടിയുമ്പോഴുള്ള വേദന, അത്രയും വേദനയുണ്ട് ചൈൽഡ് ബർത്തിന്. സ്ത്രീകളോട് പറയുകയാണ്, നിങ്ങൾ ജനിപ്പിക്കൂ എന്ന്. അവർക്ക് വേദന സഹിക്കണമെങ്കിൽ തന്നെ അത് ഏതെങ്കിലും വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയാകട്ടെ. ഇത് ചെയ്യുവാനാണോ അവർ ജനിച്ചത്? അതായത് ആദ്യം കുട്ടികളെ ജനിപ്പിക്കണം, പിന്നെ ശുചിമുറി വൃത്തിയാക്കണം, പിന്നെയും അവർ കുട്ടികളെ പ്രസവിക്കണം. എന്തിനു വേണ്ടിയാണ്? മനുഷ്യരാണ്, മെഷീനാണോ? പശുവോ കന്നുകാലിയോ? പാല് നൽകുന്ന യന്ത്രമോ? എന്താണവർ? ലോകത്ത് വലിയ വിപത്ത് സംഭവിക്കാൻ പോകുന്നു ജനസംഖ്യ കുറയുന്നതുകൊണ്ട്. കുറേ ആളുകൾ ഇതേപോലെ പ്രൊപ്പഗാൻഡ ഇറക്കുന്നുണ്ട്. ജനസംഖ്യ കുറയുന്നതാകട്ടെ ആഘോഷിക്കേണ്ട കാര്യമാണ്. എത്രയാണോ കുറയുന്നത് അതിലും കൂടുതൽ വേഗത്തിൽ കുറയേണ്ടതുണ്ട്. ഭൂമിക്ക് 8-10 ബില്യൺ ആളുകളെ വഹിക്കുവാനുള്ള കഴിവില്ല. ജനസംഖ്യ കുറയ്ക്കേണ്ടത് അനിവാര്യമാണ്. കുറയുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്, പേടിക്കേണ്ട കാര്യമില്ല. ഇത് സാധാരണ കണക്കാണ്. എത്ര റിസോഴ്സ് വേണം ഭൂമിക്ക്? എത്ര നൽകുവാൻ കഴിയും? ഇവിടെ 800 കോടി ജനങ്ങളുണ്ട്. ഈ 800 കോടി ജനങ്ങൾക്ക് വേണ്ടി എത്ര റിസോഴ്സസ് വേണം? നമുക്ക് 7 ഭൂമി ആവശ്യമായി വരും. എവിടുന്ന് കൊണ്ടുവരും ഈ 7 ഭൂമി?
ലോകത്തിൽ എത്ര ആളുകളുണ്ടോ അമേരിക്കയിലേതിന് തുല്യമായ പെർ ക്യാപിറ്റ കൺസംപ്ഷൻ ആവശ്യമില്ല. പക്ഷേ ഒരു സാധാരണ ഡിഗ്നിഫൈഡ് ജീവിതം നയിക്കുവാൻ വേണ്ടി കുറച്ചെങ്കിലും കൺസംപ്ഷൻ വേണ്ടേ? അത്രയും കൺസംപ്ഷൻ ലോകത്തിലെ ഓരോ വ്യക്തിയും 8-9 കോടി മുഴുവനും ചെയ്യുവാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് കുറഞ്ഞത് 1/2 ഡസൻ ഭൂമിയെങ്കിലും ആവശ്യമാണ്. എവിടെ നിന്ന് കൊണ്ടുവരും? ജനസംഖ്യ കുറയ്ക്കേണ്ടി വരും ബാബ. ഈ ഭൂമിയിൽ എല്ലാവർക്കും ഒരേപോലെ അവകാശമുണ്ടെന്ന് മറക്കരുത്. നമ്മൾ സമുദ്രം, മലകൾ, വനങ്ങൾ എല്ലാം നശിപ്പിച്ചു. ക്ലൈമറ്റ് ചേഞ്ചിനെക്കുറിച്ച് നമുക്ക് നന്നായി അറിയാം. നമ്മൾ മാത്രം ജീവിച്ചാൽ മതിയോ ഇവിടെ? മറ്റുള്ളവയ്ക്ക് ജീവിക്കണ്ടേ? ഇവിടെ മീനുകളുണ്ട്, പക്ഷികളുണ്ട്, മരങ്ങളുണ്ട്. ഈ ജീവജാലങ്ങൾക്കിവിടെ ഒരധികാരമില്ലേ? ഇപ്പോൾ കാര്യങ്ങൾ വളരെ വഷളായിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ 1000 സ്പീഷീസുകളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനീ പറഞ്ഞ 1000 എന്ന കണക്ക് സാധാരണ മൃഗങ്ങളെക്കുറിച്ചല്ല. അത് ഒരുപാട് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എക്സ്റ്റിങ്ഷനെ പറ്റിയാണ്, വംശനാശത്തെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ജനസംഖ്യ അത്രയും കൂടുതലാണ്. ഇത് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ആരാണോ ജനസംഖ്യ കുറയ്ക്കുന്നത് അവരെ അനുമോദിക്കണം. ഇന്ന് അനുമോദിക്കേണ്ടത് കുട്ടികളെ ജനിപ്പിക്കുന്നവരെയല്ല, മറിച്ച് കുട്ടികളെ ഇല്ലാത്തവരെയാണ്. അവർക്ക് കൺഗ്രാറ്റുലേഷൻസ് പറയണം. ഇന്നത്തെ അഭിനന്ദനങ്ങളോ ആരോ തന്റെ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്യുന്നതിലല്ലേ? എന്നിട്ട് പറയുകയാണ് മൈ ഏഞ്ചൽ ബണ്ടിൽ ഓഫ് ജോയ് ഹാസ് ജസ്റ്റ് എൻഡഡ് എന്നൊക്കെ. ഇന്നത്തെ ആഘോഷം കുട്ടികളെ കയ്യിൽ പിടിച്ചിരിക്കുന്നവർക്കല്ല, പുസ്തകങ്ങൾ പിടിച്ചിരിക്കുന്നവർക്കാണ്. പിന്നെന്താ? ആരെങ്കിലും കുട്ടിയെ എടുത്തുകൊണ്ട് ഫോട്ടോ ഇടുകയാണെങ്കിൽ നിങ്ങൾ പോയി ഈ ഇമോജി ഇടൂ. അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള ദേഷ്യത്തിലുള്ള ഫേസ് ഇല്ലേ, അത്. ആരെങ്കിലും എനിക്ക് ജനിച്ചിരിക്കുന്നു എന്ന് ഇടുകയാണ്, പ്രത്യേകിച്ച് അത് ആദ്യത്തേത്. ശരിയാണ്, ഒരുപാട് പേർക്ക് വളരെ ആഗ്രഹമുണ്ട് കുട്ടികളുണ്ടാകുവാൻ. എവിടെയെങ്കിലും ആരെങ്കിലും രണ്ടാമത്തെ കുട്ടിയുടെ ഫോട്ടോ ഇടുകയാണെങ്കിൽ അവിടെ ഇതാണ് കാണിക്കേണ്ടത്. മൂന്നാമത്തേതിന് ചെയ്യേണ്ടത് അയാൾക്കെതിരെ FIR ഫയൽ ചെയ്യണം. ഭാരതത്തിനും ഇത്രയും ആളുകളെ ചുമക്കുവാൻ കഴിയില്ല. ഈ രാജ്യം തന്നെ നശിച്ചു പോകും. 150 കോടി ജനങ്ങളുണ്ടായാൽ. ഇനി രക്ഷപ്പെട്ടാൽ തന്നെ ഏതെങ്കിലും ചേരി പോലെ ആയിരിക്കും. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന, ഒന്നും ആവശ്യമില്ലാത്ത സ്ലം ആകണമോ? ഈ 150 കോടി ജനസംഖ്യ ഒന്നും നടക്കുന്ന കാര്യമല്ല. ഇത് കുറയുക തന്നെ വേണം. എവിടുന്ന് കൊണ്ടുവരും ഭക്ഷണം? ടെക്നിക്കൽ പ്രോഗ്രസിന്റെ അർത്ഥം തന്നെ ഇതാണ്. മുൻപ് 100 പേർ ചെയ്തിരുന്ന കാര്യം ഇപ്പോൾ അത് 10 പേർ ചെയ്യുന്നു. ജനസംഖ്യ കൂടുകയാണെങ്കിലോ? ഏത് കാര്യത്തിനാണോ മുൻപ് 100 പേർക്ക് ജോലി കിട്ടിയിരുന്നത് അവിടെ ഇപ്പോൾ 10 പേർക്കേ ജോലി ലഭിക്കുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഭക്ഷണം സമ്പാദിക്കുക? പൊല്യൂഷനും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യ ഇനിയും കൂടുകയാണെങ്കിൽ പൊല്യൂഷനും കൂടുന്നതാണ്. ഭക്ഷണം ഉണ്ടാകില്ല. കാറ്റിൽ മുഴുവനും വിഷമായിരിക്കും. ഇനിയും നിങ്ങൾ കുട്ടികളെ ജനിപ്പിച്ചാൽ ശരിക്കും ഇതായിരിക്കും സംഭവിക്കുക. ഭൂമി വീണ്ടും വീണ്ടും പറയുകയാണ്, ഇനിയും മനുഷ്യരെ ചുമക്കുവാനുള്ള അവസ്ഥയിലല്ല ഭൂമിയുള്ളതെന്ന്. ഭൂമിദേവി ശരിക്കും ഇതാണ് പറയുന്നത്. ഇത് വളരെ വിഡ്ഢിത്തപരമായ കാര്യമാണ്. ഇപ്പറയുന്നത് ജനസംഖ്യ കൂട്ടുവാനെന്ന്. ഈ ആളുകൾ ഒന്നുകിൽ അജ്ഞരാണ്, അല്ലെങ്കിൽ അതിസ്വാർത്ഥരാണ്, അല്ലെങ്കിൽ ഇത്രയും വിഡ്ഢികളാണ്. അവർ പറയുകയാണ് ഉയർത്തൂ ഉയർത്തൂ എന്ന്. അതറിയില്ല എവിടെ നിന്നാണ് ഈ കാര്യം വന്നതെന്ന്. അതായത് ഫെർട്ടിലിറ്റി റേറ്റ് 2.1 വേണമെന്ന്. അത് റീപ്ലേസ്മെന്റ് റേറ്റ് ആണ്. അത്രയും ഉണ്ടെങ്കിൽ ജനസംഖ്യ കുറയില്ല. അതുകൊണ്ടാണ് അതിൽ പിടിച്ചിരിക്കുന്നത് 2.1 എന്ന്. പക്ഷേ കുറയേണ്ടത് അനിവാര്യമാണ്. കുറഞ്ഞില്ലെങ്കിൽ ഭയാനകമായ ദാരിദ്ര്യമാണ് ഉണ്ടാകുവാൻ പോകുന്നത്. ദാരിദ്ര്യം മാറ്റണമെങ്കിൽ ജനസംഖ്യ കുറച്ചേ മതിയാകൂ. നിങ്ങൾക്ക് നന്നായി ജീവിക്കണോ വേണ്ടയോ? അതോ ദാരിദ്ര്യപൂർണമായ ഭക്ഷണവും ഒന്നുമില്ലാത്ത ജീവിതമാണോ നിങ്ങൾക്ക് വേണ്ടത്? എല്ലാ മനുഷ്യർക്കും ആവശ്യത്തിന് വിഭവങ്ങൾ, ഭക്ഷണം, വെള്ളം, വീട്, ശുദ്ധവായു ഒക്കെ ലഭിക്കണമെങ്കിൽ ജനസംഖ്യ കുറയ്ക്കേണ്ടത് അനിവാര്യമാണ്. ശരിക്കും ജനസംഖ്യ ഇങ്ങനെ കൂടുകയാണെങ്കിൽ നമുക്ക് ഭയാനകമായ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തി ലഭിക്കുകയില്ല. ആരാണോ ജനസംഖ്യ കൂട്ടുവാൻ പറയുന്നത് അവർ തന്നെയാണ് ശരിക്കും അതിനുള്ള കാരണവും. അവർ മുഴുവൻ പൈസയും
തങ്ങളുടെ കയ്യിൽ കോൺസെൻട്രേറ്റ് ചെയ്തു വച്ചിരിക്കുകയാണ്. ഒന്നുകിൽ അവരുടെ കയ്യിൽ പൈസ ധാരാളം ഉണ്ടാകും, അല്ലെങ്കിൽ പവർ കൂടുതലുണ്ടാകും. അവരാണ് പറയുന്നത് ജനസംഖ്യ ഉയർത്തുവാൻ. കൂടുന്നതുകൊണ്ട് ദരിദ്രർക്ക് ഒരു ഉപകാരവുമില്ല. എന്നാൽ ജനസംഖ്യ കൂട്ടുന്ന കാര്യത്തിൽ ഏറ്റവും മുന്നിലുള്ളതും ഈ പാവപ്പെട്ടവരാണ്. എന്തൊരു മോശമാണല്ലേ! ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ആളുകൾ എത്ര വിദ്യാഭ്യാസമുള്ളവരാണോ അത്രയും കുറവ് കുട്ടികളുള്ളവരാണ്. കൂടുതൽ പൈസ കയ്യിലുള്ളവരും അത്രയും കുറവ് കുട്ടികളെ ജനിപ്പിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾ എത്ര വിദ്യാഭ്യാസമുള്ളവരാണോ അത്രയും കുറവ് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നു. അവർ എത്ര സക്സസ്ഫുൾ ആണോ, എംപവേർഡ് ആണോ അത്രയും കുറവ് കുട്ടികളെ ജനിപ്പിക്കുന്നു. പക്ഷേ ബാക്കി പാവപ്പെട്ട ദുർബലരായ വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീകളെല്ലാം അത്രയും കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കുന്നതല്ല, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ശരിക്കു പറഞ്ഞാൽ പശുക്കളെയും കന്നുകാലികളെയും കൊണ്ടുപോയി ബലമായി ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്തുന്നതുപോലെ ബലം പ്രയോഗിച്ച് നമ്മൾ അവരെ കൊണ്ട് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുകയാണ് ശരിക്കും. എൻ്റെ ഈ താരതമ്യം വളരെ ശരിയാണ്. ദരിദ്രയായ പഠിക്കാത്ത ആ സ്ത്രീയുടെ ഭർത്താവ് തൻ്റെ അധികാരം ഉപയോഗിച്ച് അവരെ പ്രഗ്നൻ്റ് ആക്കുന്നു. അവർക്കൊരു അവകാശവുമില്ല എതിർക്കുവാൻ. ഇങ്ങനെയുണ്ട്. ചൈൽഡ് മോർട്ടാലിറ്റി കുറയുന്നു. ഇപ്പോഴുള്ള സംവിധാനങ്ങൾ കൊണ്ട് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് കുറയുമ്പോൾ മറുവശത്ത് അതുപോലെ തന്നെ പ്രഗ്നൻസി റേറ്റും ഫെർട്ടിലിറ്റി റേറ്റും കുറയുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അവസാനമായി എന്താ പറയാനുള്ളത്? എഡ്യൂക്കേഷൻ ഈസ് ദി ബെസ്റ്റ് കോൺട്രാസെപ്റ്റീവ്. ജനസംഖ്യ നിയന്ത്രിക്കുന്ന ആ ജോലി ഏറ്റവും നന്നായി ചെയ്യുവാൻ പറ്റുന്നത് അറിവുകൊണ്ടാണ്. വിദ്യാഭ്യാസം വഴി സ്ത്രീകൾക്ക് അറിവ് പകരാമെങ്കിൽ ജനസംഖ്യ കൂടുന്നത് തന്നെത്താൻ നിയന്ത്രണത്തിലാകും. സ്ത്രീകൾ എന്തുമാത്രം അജ്ഞരാണോ അത്ര തന്നെ ജനസംഖ്യയും കൂടുന്നതാണ്. അതുകൊണ്ടാണ് കുറേ അധികം പുരുഷന്മാർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അറിവില്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുവാൻ ആഗ്രഹിക്കാത്തതും എന്തു പറ്റാനാണ്? വീട്ടിലിരിക്കുന്നു, ജോലി ചെയ്യുന്നു, പ്രഗ്നൻ്റ് ആകുന്നു. ഞങ്ങളല്ലേ വീട്ടിലെ ലക്ഷ്മി, ഞങ്ങളാണ് വീടിൻ്റെ ഐശ്വര്യം, ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ എന്ത് സന്തോഷമാണുണ്ടാക്കുന്നതെന്ന്. വിഡ്ഢിത്തരം. ഇനി വരാൻ പോകുന്ന പ്രശ്നം ജനസംഖ്യയുടേതല്ല, അത് പഴങ്കഥയാണ്. ഇനി വരാൻ പോകുന്ന പ്രശ്നം ബുദ്ധിയുടേതാണ്. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഇസ്രായേലിന്റെ അടുത്ത് എത്ര ജനസംഖ്യയുണ്ടെന്ന്, എത്ര വലിയ അറബ് ദേശങ്ങളുണ്ട്. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, അവരെയൊക്കെ അവർ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ജനസംഖ്യ കൂട്ടിയാൽ മാത്രം നടക്കില്ല. ഇസ്രായേലിന് കോടിക്കണക്കിന് ജനസംഖ്യ പോലുമില്ല. ഡൽഹി NCR 1/3 ജനസംഖ്യ. ഡൽഹി NCRന്റെ 1/3 ജനസംഖ്യ ഇസ്രായേലിനുള്ളൂ. ലോകത്ത് മുഴുവൻ 80 ലക്ഷം യഹൂദരുണ്ട്. ഇസ്രായേലിൽ 73 ലക്ഷം, അത്രയുള്ളൂ. അവിടെ ഈജിപ്റ്റ് തൊട്ട് ഇറാൻ വരെ എല്ലാവരെയും അവർ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ്. എങ്ങനെ? ഇസ്രായേലിന് ജനസംഖ്യ കൂടുതലുണ്ടോ? ടെക്നോളജി, ബുദ്ധിജ്ഞാനമുണ്ട്. ഇനി വരുന്ന സമയം ശരിക്കും ജനസംഖ്യയുടേതല്ല. ആർക്കാണോ എണ്ണം കൂടുതൽ അവരുടെ ജനസംഖ്യ കൂടുന്നു. അതുകൊണ്ട് നമ്മളും കൂട്ടണം. ജനസംഖ്യ കൂടുന്നത് കൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ജ്ഞാനം ഉണ്ടായാൽ മതി, ശക്തി ഉണ്ടായാൽ മതി. ഉണർന്നിരിക്കുന്ന ഒരു വ്യക്തി മതി ഉറങ്ങുന്ന 100 വ്യക്തികൾക്ക് പകരം. ഒരു പുലി മതി 100 ആടുകളെ പിടിക്കാൻ. ഒരു മിസൈൽ മതി 1,00,000 ആയുധങ്ങൾക്ക് പകരം. 1,00,000 ആളുകളെ കൊണ്ടുവരൂ. പഴയ ടെക്നോളജിയുടെ കാലം കഴിഞ്ഞുപോയി. നിങ്ങളുടെ പക്കൽ അറിവുണ്ടോ? മിസൈൽ 1,00,000 ആയുധങ്ങൾക്ക് പകരമാകുമത്. നിങ്ങൾ ജനസംഖ്യ ഉയർത്തി എന്തു ചെയ്യുവാൻ പോകുന്നു?